NCERT-യുടെ പുതിയ വിവാദം എന്താണ് സർ? ഈ വിവാദങ്ങൾ എപ്പോഴും ഉണ്ടാകും. പലപ്പോഴും വിവാദങ്ങൾ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ തന്നെ കത്തിപ്പിടിക്കും. ഇത് പക്ഷേ കുറച്ചിട്ട് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കേണ്ടത് എന്താണെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതിപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിൽ കേന്ദ്രത്തിലായാലും ഒക്കെ. അപ്പോൾ നമുക്കറിയാം CBSE സ്കൂളുകൾ NCERT ആണ് ബുക്കുകൾ ഇറക്കുന്നത്. NCERT. NCERT എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവരെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കും. അത് ആവശ്യവുമാണ്. ഇപ്രാവശ്യം അവർ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം പരിഷ്കരിച്ചപ്പോൾ എന്താ എഴുതിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതികളിൽ എഴുതിയ വാക്കുതാണ്, നമ്മുടെ കോടതികളിൽ ധാരാളമായി കേസുകൾ കെട്ടിക്കിടക്കുന്നു. ഇത് അഴിമതി കാരണമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് അതിനകത്ത് വിശദീകരിച്ചിരിക്കുന്നത്. ഇതാണ് സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനത്തിന് വിധേയമായിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ അത് നേരിട്ട് അതിനകത്ത് ഇടപെട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സോഷ്യൽ സയൻസിലാണ് ഈ പാഠപുസ്തകത്തിലാണ് 8ാം ക്ലാസ്സിലെ NCERT ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. കോടതികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗത്താണ് ഈ ജുഡീഷ്യൽ കറപ്ഷൻ എന്ന് പറയുന്നത്, അഥവാ കോടതിയിലെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം കോടതിയിലെ അഴിമതികളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇപ്പം ഈ സുപ്രീം കോടതി ചോദിച്ചത് ഒരു ന്യായമായ കാര്യമാണ്. അഴിമതികൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ ഈ കോടതികളുടെ കാര്യം മാത്രമായിട്ട് എന്താണ് അവരെ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ രാജ്യത്ത് അഴിമതിയുണ്ട്, ജുഡീഷ്യറിയിലുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുണ്ട്, രാഷ്ട്രീയക്കാരുടെ ഇടയിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കോടതിയുടെ പേര് കൂടി പറഞ്ഞിരുന്നെങ്കിലും കോടതിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ചീഫ് ജസ്റ്റിസ് നമ്മുടെ പറയുന്നത്, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് അത് പറഞ്ഞത്. അതായത് ഇത് കോടതിയെ തകർക്കാനുള്ള വളരെ ബോധപൂർവമായ ഒരു നീക്കമാണ്. ഇനി അതൊരു ബോധപൂർവമായ നീക്കമായിരുന്നാലും ശരി, ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടോ ആണ് ചെയ്തതായാലും ശരി, ഇത് കോടതിക്കൊരു അത്ര സുഖകരമായ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ശക്തമായ പ്രതിഷേധം. അതാ പറഞ്ഞാൽ ഈ കോടതിയെ മാത്രം എന്താണ് നിങ്ങൾ പരാമർശിക്കുന്നത്? രാഷ്ട്രീയക്കാരില്ലേ, പോലീസുകാരില്ലേ, ഉദ്യോഗസ്ഥരില്ലേ, ഇവർക്കൊക്കെ അഴിമതിയില്ല. അപ്പോൾ എന്തുകൊണ്ട്? അതും പ്രത്യേകിച്ച് അതെന്താ പ്രശ്നം? കുട്ടികൾ 8ാം ക്ലാസ്സിലെ പിള്ളേരെന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വയസ്സായി കാണും? ഒരു 13 വയസ്സായി കാണും. ഈ 13 വയസ്സായ പിള്ളേർക്ക് കോടതിയെ പറ്റി നല്ല കാര്യങ്ങൾ വേണം പറഞ്ഞു കൊടുക്കാൻ. ഇതൊരു MAക്ക് ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ, MAയുടെ ക്ലാസ്സിലോ ഡിഗ്രിക്കോ ആണെങ്കിൽ അഴിമതികൾ എവിടെയൊക്കെയുണ്ട്, കോടതികൾ അഴിമതി ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കുറച്ചും കൂടെ മെച്ചുവേർഡാണ് ഈ കുട്ടികളുടെ ഇടയിൽ തന്നെ. അപ്പം കോടതികളൊന്നും നാട്ടിൽ ശരിയല്ലെന്ന് പറഞ്ഞ ഒരു ചിന്താഗതി സത്യമാണെങ്കിലും വരുമോ ഇല്ലയോ എന്ന്. അല്ല, അഴിമതി ഇല്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമുക്ക് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുവെ കോടതികൾക്ക് അവരുടെ അഴിമതിയെപ്പറ്റി പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഈ 8ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് കോടതിയെപ്പറ്റി, അവരെപ്പറ്റി നല്ല കാര്യം. നമ്മുടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ അവസാനത്തെ ആണിക്കല്ല് കോടതികളാണെന്നാണ് ആക്ച്വലി നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് തന്നെ ഇത് കറപ്ഷനാണ്, അവിടെ അഴിമതിയാണെന്നൊക്കെ പറയുന്നത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് കരഞ്ഞ കുട്ടികളിലത് വലിയ സ്വാധീനം ഉണ്ടാക്കും. ഈ നമ്മൾ ആദ്യം പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ പൊതുവെ പറയാം, നമ്മൾ അമ്മയെപ്പറ്റി അച്ഛനെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ കൊച്ചു കുട്ടികൾ ഈ മിക്ക വീടുകളിൽ അമ്മമാരും അച്ഛന്മാരും തമ്മിൽ പ്രശ്നമാണ് എന്ന് പറയണമെന്ന് വയ്ക്കുമ്പോൾ എന്താണ്, ശരി, അപ്പം ചുമ്മാ അല്ല, നമ്മുടെ വീട്ടിലും പ്രശ്നമാണ്. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഇതുപോലെ കോടതികളെ പറ്റി പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര അഴിമതിയാണ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കുന്നതിനകത്ത് അതിലൊന്നുമല്ല. അപ്പോൾ ഇത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ്? ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് എന്ത് സംഭവിച്ചു? ഈ കോടതികളും സർക്കാർ, പ്രത്യേകിച്ച് സുപ്രീം കോടതിക്ക് ഇടപെടുമ്പോൾ കോടതിയും സർക്കാരും തമ്മിലൊരു പരസ്പര ധാരണയിലാണ് പോണത്. അങ്ങനെ വേണം. അല്ലെങ്കിൽ കോടതി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ പരമാധികാര കോടതി. അപ്പോൾ അത് അതിനകത്ത് സാധാരണഗതിയിൽ പ്രശ്നം ഉണ്ടാക്കാറില്ല. പിന്നെ ഒരു നിവൃത്തിയുമില്ലാത്ത രാജ്യരക്ഷാ പ്രശ്നമോ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ പുറത്ത് ജനങ്ങൾ അറിയുന്ന വിധത്തിലല്ലെങ്കിലും അവർ കോടതിയുടെ ഈ അറ്റോർണി ജനറലൊക്കെ വഴി പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, രാജ്യരക്ഷാ പ്രശ്നമാണെന്ന് കോടതിയെ നമ്മളറിയാതെ ഒരു പക്ഷെ അവർ ബോധ്യപ്പെടുത്തുന്നുണ്ടാവും. രാജ്യത്തിൻ്റെ പ്രശ്നം, പല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് എല്ലാം പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ
കുറച്ച് നാളായിട്ട് നമുക്കറിയാം നമ്മുടെ ഈ കൊളീജിയം നിയമനത്തിനെതിരെ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് വലിയ അമർഷമുണ്ട്. അതായത് കോടതികൾ തന്നെയാണ് കോടതിയിലെ ആളുകളെ തീരുമാനിക്കുന്നത്, ജഡ്ജിമാരെ തീരുമാനിക്കുന്നത്, പ്രൊമോഷനൊക്കെ തീരുമാനിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് കൂടുതൽ ഇങ്ങനെ ഉള്ളത്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ രാഷ്ട്രീയക്കാർ തന്നെയാണ് അത്. രാഷ്ട്രീയക്കാരെന്ന് നമ്മൾ പറയുമ്പോൾ ഭരിക്കുന്നവരെന്ന് പറയുന്നത് ജനാധിപത്യം, ജനങ്ങളാണ് കോടതിയെ അപ്പോയിന്റ് ചെയ്യുന്ന എന്നൊരു സങ്കല്പമാണ് പൊതുവെ ഉള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടതികൾ. പക്ഷേ ഇവിടെ ആണെങ്കിൽ കോടതികൾ, അത് കോടതികൾക്ക് കോടതികളുടേതായിട്ടുള്ള ന്യായമുണ്ട്. വേറെ ആൾ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു ഡൈല്യൂഷൻ വരുമെന്നോ അതിനകത്തൊരു കറപ്ഷൻ വരുമെന്നോ അവർക്ക് ഇഷ്ടമുള്ളവരെ ഇതിങ്ങനെ പല രണ്ട് സൈഡിലും കൃത്യമായിട്ട് അതിന് വാദങ്ങളുണ്ട്. എന്ന് അതെ. പറഞ്ഞാൽ ഇവർ തമ്മിലൊരു നീരസമുണ്ട് എന്നുള്ളതൊരു പച്ചയായ സത്യമാണ്. അതുകൊണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ കേന്ദ്രം പണിതതാണോ എന്ന് ന്യായമായും കോടതി സംശയിക്കാനുണ്ടായ കാര്യം അതാണ്. NCERT എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, ഈ ബുക്കിനെ ഉം. പറ്റി വിവാദം, ഞാൻ നേരത്തെ ചോദിച്ച മാതിരി വിവാദങ്ങൾ പുതിയൊരു വിവാദമാണ്. മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ബുക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്, ടോപ്പിക്സ് അതിൽ നിന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. മുഗൾ ചരിത്രത്തിന്റെ ഒരു കഥ അതും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പല പല ഗുജറാത്ത് കലാപത്തിനെ പറ്റിയിട്ട്. അപ്പൊ NCERT എന്തിനാണ് ആദ്യം ഇതൊക്കെ പബ്ലിഷ് ചെയ്യുക, പിന്നെ അതിനെ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കുക, അതിനെ അല്ല, എടുത്തു അതാണ് ഞാൻ കളയുന്നത്? പറഞ്ഞത്. ഇത് നമുക്കറിയാം, ഈ സാധാരണഗതിയിൽ സർക്കാർ ഇതിലൊന്നും ഇടപെടാറില്ല. കേന്ദ്ര സർക്കാരൊന്നും ഇതൊന്നും ഇടപെടാറേ ഇല്ല. അതിനൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ ചെയ്തോളും. പക്ഷേ ഇപ്രാവശ്യത്തെ എന്താ സംഭവിച്ചത്? വിമർശനങ്ങളാകാം അത്, പക്ഷെ ഒരിക്കലും അത് സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്ന വിധത്തിലാകരുത്. അങ്ങനെ ഉണ്ടായത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ഈ സർക്കാർ പലപ്പോഴും ഇത് അറിയുന്നത് വളരെ വൈകിട്ടായിരിക്കും. പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചാൽ ഇതൊന്നും സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയോ അമിത്ഷായോ ഡിഫൻസ് മിനിസ്റ്ററോ അതിലവരൊന്നും സീനിയർ മിനിസ്റ്റേഴ്സ് ഒന്നും അറിയേണ്ട കാര്യമേ ഇല്ലെന്ന് വെച്ചാൽ അവർക്കൊക്കെ വേറെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. അതെ. പക്ഷേ ഇങ്ങനത്തെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് വരുമ്പം അതിനകത്ത് തന്നെ പ്രസക്തി ഉണ്ടെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഇതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവൻ അറിയേണ്ടതാണ്. അധ്യാപകരായാലും ശരി, തീർച്ചയായിട്ടും അധ്യാപകരായിരിക്കുമല്ലോ, ഉദ്യോഗസ്ഥരായാലും ശരി, ഇതിനകത്തൊരു നിയമപരമായ പ്രശ്നമുണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും നിയമ മന്ത്രാലയവുമായി ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. എന്തായാലും സംഭവിച്ചെന്താണ്, NCERT ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അത് സീരിയസ് ആയിട്ട് ഇടപെട്ടു എന്നുള്ളതാണത്. ഉടൻ തന്നെ KSRTC, നമ്മുടെ KSRTC അല്ല, NCERT ആ ബുക്ക് പിൻവലിച്ചു. മാത്രമല്ല കോടതിയിൽ അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് മാപ്പപേക്ഷ നൽകി. ആ, തങ്ങൾക്കതിനകത്ത് പങ്കുണ്ടായിരുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ അത് വ്യക്തമാക്കി. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നയം അത് വേണ്ടിയിരുന്നില്ല, അങ്ങനൊരു പരിപാടി വേണ്ടിയിരുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ ബുക്കിൽ എഴുതുന്നതിന് മുമ്പ് ഞങ്ങളോട് കൂടി ഒന്ന് ആ, കൂടി ആലോചിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വളരെ പ്രസക്തമായ കാര്യം. അത് പിൻവലിച്ചു എന്നുള്ളതാണ്. പുസ്തകമേ പിൻവലിച്ചു. മാത്രമല്ല NCERTൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ പുസ്തകം പിൻവലിക്കുകയും മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇത് കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെറ്റിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഒരു അനിഷ്ടമുണ്ടായി എന്നുള്ളത് ഒരു കാര്യമാണ്. കുറച്ചും അതെ കൂടെ സാർ, അവധാനത. അതെ അതെ അതെ. അത് ഞാൻ അതിപ്പോ സുപ്രീം കോർട്ടിന്റെ ഈ ഒരു ജുഡീഷ്യറിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയത്. ഉം. മുമ്പൊക്കെ ആദ്യമേ ഉള്ള പോർഷൻസ് അവർ ഡിലീറ്റ് ചെയ്തപ്പോ, ഐ മീൻ എടുത്തു കളഞ്ഞപ്പോ, അവരുടെ ഒരു വാദം, NCERTന്റെ ഒരു വാദം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭാരം കുറയ്ക്കുക എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി കോവിഡ് സമയത്ത് ഉം. കുട്ടികൾക്ക് വീട്ടിലിരുന്നാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് അത് പഠിക്കുമ്പോൾ അത്രത്തോളം മനസ്സിലാവില്ല, അവർ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് പോർഷൻസ് അങ്ങനെ കൊടുത്താൽ ശരിയാവില്ല. ഇതൊക്കെയായിരുന്നു അവരുടെ വാദം. അപ്പോ ഉം. അതൊരു വലിയൊരു, അല്ലെ, NCERT ഇല്ല, എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്ഥാപനം ഇങ്ങനെ. അല്ല, അതാണ് ഈ അപ് ടു ഡേറ്റ് ചെയ്യുക. നമ്മളൊക്കെ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത്, ഇപ്പം ഞാൻ പറഞ്ഞ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ 83-ലാണ് പ്രീ ഡിഗ്രി. അതിന് മുന്നെയാണ് 81 കോളേജ് കഴിഞ്ഞു, സ്കൂൾ കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു. 81-83 പ്രീ ഡിഗ്രിയാണ്. നമ്മുടെയൊക്കെ സമയത്ത് പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുക എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും ഒരിക്കൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ നടക്കാറില്ല. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾ അറിയണമെന്നുള്ളത് രാജ്യത്തിൻ്റെ വളരെ പ്രസക്തമായ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക അഞ്ജന, ഈ നമ്മൾ ഇപ്പോഴും പലപ്പോഴും പഠിക്കുന്നത്, ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, നിങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്തുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഷെർഷയുടെ ഭരണപരിഷ്കാരം, ആ, കിണർ കുഴിച്ചതും കുളം കുഴിച്ചതും, പിന്നെ ഈ മുഗൾ വംശത്തിനെ പറ്റിയാണ് ഒരു മേജർ പഠനം. പിന്നെ അപ്പം ഇതൊക്കെ എന്തിനാണ് നമ്മളിപ്പം വീണ്ടും പഠിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഇന്ത്യയുടേതായിട്ട് പഠിക്കാനുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിപ്പിക്കണം എന്നുള്ളത്
ഇപ്പോഴത്തെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ് നമ്മളെ അടിമകളാക്കി വച്ചിരുന്നവരുടെ കഥയല്ല പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു നാഷണലിസ്റ്റ് സർക്കാരായ BJP NDA ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് നമുക്ക് താല്പര്യമുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ AI പറ്റി പഠിക്കണം. ഇതിപ്പോൾ AI വരുമ്പോഴല്ലേ AI പറ്റി പഠിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വരണം. പക്ഷേ കുട്ടികളുടെ മനസ്സ് പക്ഷെ എങ്ങനെ കേരളം സമ്മതിച്ചു തരില്ല സാർ, കേരളം സമ്മതിച്ചു തരില്ല. ഏ കേരളം പറയണെന്ന് വെച്ചാൽ അതെന്താ അങ്ങനെ മാറ്റണ്ട, അതിപ്പോ നാഷണൽ നമ്മുടെ സെൻട്രൽ അവരുടെ BJP ഗവൺമെന്റിന്റെ ആശയാണ്, അതിനൊത്താണ് NCERT പ്രവർത്തിക്കുന്നത് എന്നാണ് അവര് വാദിക്കുന്നത്. അല്ല, അവരിങ്ങനെ പലതും പറയാം, ഇവർക്കിങ്ങനെ വാദിക്കാം, തർക്കിക്കാം, പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് ശരിയാണെന്ന് തോന്നി അവർ പിൻവലിക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രം പറഞ്ഞ കേരള സർക്കാരിൻ്റെ പാഠപുസ്തകം മാറ്റുമോ? ഇല്ല. അവർ പറയുന്നത് ഞങ്ങളുടെ ഇത് കൺകറൻ്റ് ആണ്. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയാം. അതായത് കേന്ദ്രത്തിനും അതിനകത്ത് റോളുണ്ട്, കേരളത്തിനും റോളുണ്ട്. ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റാണ്, ചില കാര്യങ്ങൾ സെൻട്രൽ ലിസ്റ്റാണ്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻ്റ് ആണ്. അപ്പോൾ കേരളത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ സർക്കാർ ഉടമയിലെ എയ്ഡഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ പറയുമ്പോൾ, കേരള സർക്കാർ പറയും പോലെ പഠിപ്പിക്കും. കേന്ദ്ര ഗവൺമെൻറ് CBSE സ്കൂള്, മറ്റേ ഈ വേറെണ്ണം ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മീഡിയം, മറ്റേ വേറെണ്ണമുണ്ട് ICSE, കേന്ദ്ര ഇതൊക്കെ ICSE. ICSE ഇതൊക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അത് ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. പിന്നെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്ന, ഇപ്പോൾ ഈ BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ കൊണ്ടുവന്നിരുന്ന ഏത് കാര്യമാണ് കേരള ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളത്? എല്ലാത്തിനും കുറ്റം പറയല്ലോ. അപ്പം അത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഇവിടെ നിന്ന് കേരളം സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടോ ഒക്കെ അത് വെച്ചിട്ടോ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് ബാധിക്കും. ഇനിയിപ്പം ഒരു കാര്യം സീരിയസ് പ്രശ്നമാണെങ്കിൽ കോടതിയിൽ പോകാമല്ലോ. ഇത് കുട്ടികളെ ഇപ്പം തന്നെ, അപ്പം ചില കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ അവധാനത വേണം, അതിനുള്ള ഡയറക്ഷൻ. ഇനിയിപ്പോൾ ഒരുത്തരൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയും ഇങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് പറയും. ഇത് വന്നു കഴിയുമ്പോഴല്ലേ പലപ്പോഴും അറിയാം. ഞാനിത് പറയാൻ കാര്യം അറിയോ, ഒരു സർക്കാരിനും കോടതികളെ ചൊറിയാൻ താല്പര്യമില്ല. ഇത് ഇപ്പോൾ കേരള സർക്കാരിനും ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ചൊറിയാൻ താല്പര്യം ഉണ്ടാവില്ല, കേന്ദ്ര സർക്കാരിനും താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ ഒരുമിച്ച് ഒരു സഹവർത്തിത്വത്തിൽ പോകേണ്ടതാണ്. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അങ്ങോട്ടും ചൊറിയരുത് ഇങ്ങോട്ടും ചൊറിയരുത്. അതുപോലെ തന്നെ ഇപ്പം സുപ്രീം കോടതി വളരെ കർശനമായി കേന്ദ്രത്തെ വിമർശിച്ചു എന്ന് വെച്ചോ, അവരതിൻ്റെ അടുത്ത പണി ചെയ്യും. ഇതൊക്കെ വളരെ ഇതിന് മുമ്പ് പല പല വളരെ രസകരമായിട്ടുള്ള ഇൻസിഡൻസ് പലതും ഉണ്ടായിട്ടുണ്ട്. ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെടുത്താൻ രണ്ടുപേർക്കും പറ്റും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു അവസരം വരുമ്പോൾ വെച്ച് കാച്ചി കൊടുക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊക്കെ കാരണം പൊതുവേ ഒരു സഹവർത്തിത്വമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിട്ടുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ ശരിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോടതികളെ പറ്റിയൊക്കെ ഇങ്ങനെ ഒരു പരാമർശം, അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ MAയിലോ ആണെങ്കിലോ ഒരു PhD തീസിസിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ക്ലാസ്സിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ലെന്ന് പറയാം. എന്ന് വെച്ചാൽ കോടതികളിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് സംസാരിക്കാൻ അത് തന്നെയാണ്. പക്ഷെ ഈ 8ാം ക്ലാസ്സിൽ പോയി അത് ചെയ്തതും കോടതികളെ പറ്റി മാത്രം പറയുന്നതും ബാക്കി എല്ലാവരും ഓക്കെ ആണെന്ന് പറയുന്നതും ഒക്കെയാണ് കോടതിക്ക് പ്രശ്നമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് കോടതി പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നതിനെ കോടതി ഓൾമോസ്റ്റ് ഒരു മുഖവിലേക്ക് എടുത്തതുപോലെയാണ്. NCERT ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞു, ശ്രദ്ധക്കുറവാണെന്ന് പറഞ്ഞു. ഈ ശ്രദ്ധക്കുറവെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ സർക്കാരുകളും പലപ്പോഴും പറയാറുണ്ട് ശ്രദ്ധക്കുറവ് പറ്റി, അബദ്ധം പറ്റി. പക്ഷെ അങ്ങനെയൊന്നും അബദ്ധം പറ്റാൻ പാടില്ല. ഇതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഇടയിൽ കോടതിയെപ്പറ്റി ഒരിക്കലും ഒരു മോശം, ഇത് കോടതിയെപ്പറ്റി മാത്രമല്ല ഭരിക്കുന്നവരെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കാരണം കുട്ടികൾ നമ്മുടെ രാജ്യം ഭരിക്കുന്നവരെ, സംസ്ഥാനം ഭരിക്കുന്നവരുമൊക്കെ അനാവശ്യമായി തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നത് ഒഴിവാക്കണം. രാഷ്ട്രീയക്കാരങ്ങനെ പലതും പറയും. ഇപ്പം അന്നത്തെ കുട്ടികൾ ഇതെല്ലാം കേട്ട് TV-യിലൊക്കെ ഇതൊക്കെ കേട്ടിട്ട് തന്നെയാണ് വളരുന്നതെങ്കിൽ പോലും ഒഫീഷ്യലി പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു സുഖക്കുറവുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അബദ്ധം കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും അന്ന് തെറ്റ് തിരുത്തി, സർക്കാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു, കോടതി അത് സ്വീകരിച്ചിട്ടുണ്ട്. NCERT മാപ്പപേക്ഷ നൽകി, കാര്യങ്ങൾ ഒരുമാതിരി ശരിയായിട്ട് അല്ലെങ്കിൽ നല്ലവണ്ണം രീതിയിൽ അത് പരിസമാപ്തിയിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്.